എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മലബാർ സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പിയായ ഏലാഞ്ചിയാണ് ഇന്നത്തെ വീഡിയോ. ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ലവ് ലെറ്റർ, മുട്ടക്കുഴലപ്പം, മയ്യത്തപ്പം, ഏലാഞ്ചി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണേ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഏലാഞ്ചിക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ ടേസ്റ്റ് കിട്ടുന്നത് മൈദയിലാണ്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് പൊടി എടുത്തുകൊണ്ടാണ് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കളർ കിട്ടുന്നതിനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് തന്നെ അടിക്കണമെന്നില്ല, നമ്മൾ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാറ്റർ. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ്, നല്ല ലൂസായിട്ട് ഇങ്ങനെ വേണം. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷെ 1.5 ഗ്ലാസ് പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ചെറുതായി കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉണക്കമുന്തിരി എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ കുറച്ച്, മധുരം വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. തേങ്ങ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് മൂത്ത് വരണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ദോശപ്പാനിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ല തിന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയെടുക്കാം. ദോശപ്പാനിൽ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചുറ്റിയെടുത്തത്. അപ്പം ഇങ്ങനെ തിന്നായിട്ട് ഒന്ന് ചുറ്റിയെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ മേലത്തെ ഈ വൈറ്റ് കളറെല്ലാം പോയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ചൂടോടെ തന്നെ നമുക്ക് ഫില്ലിങ്സ് ഇടാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കാം. ചൂടോടെ തന്നെ ഫില്ലിങ്സ് ഇടണം, എന്നാലേ ഇത് ഒട്ടേ നിൽക്കുള്ളൂ. അപ്പോൾ ഇതുകൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഏലാഞ്ചി റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി മാവ് ചുട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇനി ബാക്കി 2 സൈഡൂടെ ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. ഇത് നമ്മൾ കഴിക്കുമ്പോൾ പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നത്. കുറച്ച് ലെങ്ത്ത് വേണമെങ്കിൽ ഇത്ര മടക്കി കൊടുക്കണ്ട, ഞാൻ ചെറിയ ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് ഇത്ര നന്നായി മടക്കി കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏലാഞ്ചി. ചെറിയ ചൂടോടെ തന്നെ കഴിക്കാനാണ് ഇതിനൊരു ടേസ്റ്റ്. കൂടി ഉണ്ടാക്കിയല്ലോ, അപ്പോൾ അതുകൂടെ റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂണോളം നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അതൊക്കെ മടക്കി റോൾ ചെയ്തെടുക്കാം. ഇനി ബാക്കി മാവ് കൂടെ ചുട്ടെടുത്ത് ഏലാഞ്ചി റെഡിയാക്കി എടുക്കാം. ചെറിയ ചൂടോടെ തന്നെ കഴിക്കാനാണ് കേട്ടോ അതിന് ടേസ്റ്റ്. അപ്പോൾ അതാ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഏലാഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു നൊസ്റ്റാൾജിക് ടേസ്റ്റ് ആണ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.